60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി, പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി. മക്കളെല്ലാം നാട് വിട്ടു വൻപിച്ച നിലയിലായി. മക്കളെല്ലാം നാട് വിട്ടു വൻപിച്ച നിലയിലായി. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ്. വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ്. കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും. പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി. മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ഛാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു. മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ഛാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം. എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി. മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് ആശ്രയം അനാഥാലയം. മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് ആശ്രയം അനാഥാലയം. ആരാന്റെ മക്കളെ തൻ മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു. ആരാന്റെ മക്കളെ തൻ മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു. വിത്തു വിതച്ചിട്ട് വളമിട്ടു നോക്കുക, ഫലമൊന്നും കിട്ടുമെന്നും നാശിക്കണ്ട. വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക, ഫലമൊന്നും കിട്ടുമെന്നും നാശിക്കണ്ട. 60 വയസ്സായി വാർദ്ധക്യം വന്നടുത്തു, എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി.